ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ എന്റെ ഗൺ പോയിന്റ് തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ആ നാശം പിടിച്ച വന്ന് കയറുന്നു ഞാൻ അറിഞ്ഞോ? അവളുടെ കാര്യം അങ്ങനെ തന്നെയാണ് ബെഞ്ചമിൻ. കൊല്ലാൻ നമുക്ക് ഒരു സാധ്യതയുള്ളൂ. രക്ഷപ്പെടാൻ അവൾക്ക് 1000 സാധ്യതകളുണ്ട്. ഏറ്റവും ടെൻഷൻ ഉണ്ടായത് അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയായിരുന്നു. രാധികയുടെ സങ്കടമൊക്കെ കാണുമ്പോ രാധിക പർദ്ദയോ മറ്റോ പൊക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. താങ്ക്സ് എടുത്തേ. എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? നമ്മൾ തമ്മിൽ എന്തിനാ ഒരു താങ്ക്സ്? രാധിക വീട്ടിൽ ചെന്നിട്ട് വിളിച്ചില്ലല്ലോ. അതിനിപ്പോ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയോ ടെൻഷൻ? ഞാൻ മോളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ വെറുതെ ടെൻഷൻ ആവുകയാണെന്ന് എടുത്ത് എപ്പോഴും പറയാറില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ദുസൂചനയാണെന്ന്. കൊല്ലാനായിട്ട് പുറകെ ആളുണ്ടെന്ന് മനസ്സിലായില്ലേ? എനിക്കൊരു സമാധാനമില്ല. ഞാനൊന്ന് മോളെ വിളിച്ചു നോക്കട്ടെ. അമ്മ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും മകള് മാനത്ത് കണ്ടല്ലോ. ഹലോ മോളെ, വീട്ടിലെത്തിയോ? ആ എത്തി മാഡം. വഴിയിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ആരും നിങ്ങളെ ഫോളോ ഒന്നും ചെയ്തില്ലല്ലോ? അതോർത്ത് പേടിച്ചാണോ ഇരിക്കുന്നത്? എന്താ മാഡം ഇത്? ഞാൻ വരണ്ട കൂടെയല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വരൺ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതൊന്നും കൊല്ലാൻ നടക്കുന്നവർക്കൊരു കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ? ഇവരിനി ആള് മാറി വല്ലതും കൊല്ലാൻ നടക്കുന്നതാണോ മാഡം? അല്ലാതെ എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? എന്തെങ്കിലും കാര്യം കാണും. രണ്ടാളും ഒന്ന് സൂക്ഷിച്ചാ മതി. പക്ഷേ ഇപ്പൊ തൽക്കാലം സൂക്ഷിക്കേണ്ടത് ഫിദ മാഡം. ടെൻഷൻ ആവരുത്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഞാനിതാ ഇങ്ങോട്ട് പോന്നെങ്കിലും മനസ്സെല്ലാം അവിടെ തന്നെയുണ്ട്. അതെനിക്കറിയാം മോളെ. എന്റെ മോള് മനസ്സുകൊണ്ട് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. കോടിയാൽ ഒരു 2-3 ദിവസം, അതിനുള്ളില് ആ കെട്ടും പൊട്ടിച്ച് നമുക്കങ്ങ് ഫ്രീ ആവണം. കേട്ടല്ലോ? ആയിക്കോട്ടെ. അമൃത മാഡം ഉണ്ടോ അടുത്ത്? ആ ഉണ്ട്. എന്നാ ഫോണൊന്ന് സ്പീക്കറിലിടോ. ഓ ഇടാലോ മോള. രാധികേ. മാഡം, ഈ സാധാരണ അസുഖമുള്ളവരൊക്കെ ഈ ചില പിടിവാശികളൊക്കെ കാണിക്കും. ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല, ഗുളിക കൊടുത്താ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയും. ഒന്ന് സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുത്തോളണം. ഇനി എന്തെങ്കിലും മടി കാണിച്ച അപ്പൊ തന്നെ അമൃതമ്മയുടെ എന്നെ വിളിച്ചാ മതി. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനങ്ങോട്ട് വരും. അമ്മയ്ക്ക് മോളെ അനുസരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലേ മോൾക്ക് അമ്മയെ അനുസരിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്. മോള് പേടിക്കണ്ട, അമ്മയ്ക്ക് കൃത്യമായിട്ട് ഞാൻ എല്ലാം കൊടുത്തോളാം. പോരെ? ശരി, എന്നായിക്കോട്ടെ മാഡം. അതെ, മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ്. ഇന്നത്തെ സംഭവം ഹോസ്പിറ്റലിലെ ടെൻഷനും കൂടിയായിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും. ഈ പറയുന്നത് അവിടെയും ബാധകമാണേ. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും നേരത്തെ ഉറങ്ങിയേക്കാം. ഞാൻ ഉറങ്ങിക്കോളാം. എന്നാ ശരി അമ്മേ, ഞാൻ ഫോൺ വെക്കട്ടെ? ശരി. ശ്യാമ ഹാപ്പി ആയല്ലോ? ഇപ്പൊ ഹാപ്പിയായി. ഇനി ടെൻഷൻ പറയില്ലല്ലോ? അവളെ കുറിച്ചുള്ള ടെൻഷനായാലും സന്തോഷായാലും പറഞ്ഞ തീരില്ല എടുത്തേ. ബെഞ്ചമിൻ, ഇതിനു മുമ്പ് തനിക്ക് സംഭവിച്ചിട്ടുള്ള തോൽവികളെല്ലാം ഗൗതമിന്റെയും അച്ഛന്റെയും മുമ്പിൽ ഞാൻ ന്യായീകരിക്കുകയായിരുന്നു. പക്ഷേ
ഇപ്പൊ തന്റെ കാര്യത്തില് എനിക്കും സംശയം തോന്നി തുടങ്ങി. ഗൗതമും ഗൗതമിന്റെ അച്ഛൻ ചന്ദ്രശേഖരനും വല്ലാത്തൊരു പ്രതിസന്ധിയില്ല. അപ്പോഴും തനിക്കുള്ള പ്രതിഫലം അവരിൽ നിന്നും കൃത്യമായി ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. എടോ, തുടർച്ചയായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് ഒരു മികച്ച അഭ്യാസിയൊന്നുമല്ല. രാധി എന്നൊരു നരന്ത് പെണ്ണ. കൊലപാതക ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ തന്നെ നാണക്കേടാടോ. ഇതിനെക്കാളും നല്ലത് ഈ നാട്ടിലെ മൂന്നാംകിട ഗുണ്ടകൾക്ക് ആർക്കെങ്കിലും കുറച്ച് പണമോ മദ്യമോ വാങ്ങി കൊടുത്തിരുന്നെങ്കില് അവര് തീർത്തേനെ അവളെ. ഐ എം റിയലി സോറി സർ. കൃത്യമായിട്ട് അവൾ എന്റെ ഗൺ പോയിന്റ് തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ആ നാശം പിടിച്ച പർദ്ദക്കാരി വന്നു കയറുന്നു ഞാൻ അറിഞ്ഞോ? അവളുടെ കാര്യം അങ്ങനെ തന്നെയാണ് ബെഞ്ചമിൻ. കൊല്ലാൻ നമുക്ക് ഒരു സാധ്യതയുള്ളൂ. രക്ഷപ്പെടാൻ അവൾക്ക് 1000 സാധ്യതകളുണ്ട്. അതിപ്പോ ഫിദ മേഡത്തിന്റെ രൂപത്തിലായാലും വരുണിന്റെ രൂപത്തിലായാലും ദൈവത്തിന്റെ രൂപത്തിലായാലും. ഞാനും അച്ഛനൊക്കെ വലിയ തോൽവികളായി മാറിയത് അങ്ങനെയാ. അവളുടെ ദൈവാനുഗ്രഹം. ഗൗതം, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആരും മരിക്കാതിരുന്നെങ്കിൽ ഇതിനിടയിൽ മണ്ണിനടിയിൽ പോയവര് എത്രയോ പേര് ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. അപ്പോ അത് താൻ വിട്ടേക്ക്. ദൈവം കണ്ണടയ്ക്കുന്ന സമയം തെരഞ്ഞെടുക്കുക. അതാണ് കൊല്ലാൻ നടക്കുന്നവരുടെ ഡ്യൂട്ടി. അപ്പോ താൻ അത് വിട്ടേക്ക്. ഒരേ സമയം അവന്റെ വിശ്വസ്തരാവുക, അതേസമയം അവളുടെ ജീവൻ എടുക്കുക. അതായിരുന്നു എന്റെ ശ്രമം. അവര് രണ്ടുപേരും എന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. വരുണിലും രാധികയിലും എനിക്കിപ്പോ നല്ല സ്വാധീനമുണ്ട്. അതിന് താനിപ്പോ അവരുടെ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നില്ലല്ലോ. സ്വാധീനം പറഞ്ഞ അതിന്റെ പേരിൽ അഹങ്കരിക്കുക. സാറേ, അല്ല അതിനിടയിൽ ആ ACPയുടെ അന്വേഷണം ഇയാളുടെ കഴുത്തിൽ കുരുക്കിടുവോ? അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ACPയുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. എല്ലാവരുടെയും വായ അയാൾ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിരിക്കുക. ഒരു വിവരം പുറത്തു വിടുന്നില്ല. ആർക്കറിയാം അയാള് ബെഞ്ചമിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതൊന്നും ഉണ്ടാവില്ല സാർ. പോലീസിന് എന്നെ കുറിച്ച് സൂചനയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. പിന്നെ ഈ പരാജയങ്ങള് അത് ഞാൻ മാറ്റിക്കോളാം. എന്തായാലും തൽക്കാലം താനൊന്നും മാറി നിൽക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒരു കാരണവശാലും പെട്ടുപോകരുത്. ബെഞ്ചമിൻ, താൻ ട്രൈ ചെയ്ത ആ ശ്രമങ്ങളൊക്കെ കൃത്യമായിരുന്നു. മുമ്പത്തെ പോലെ തന്റെ കാര്യത്തിൽ എനിക്കിപ്പോ അത്രയ്ക്ക് സംശയമൊന്നുമില്ല. താനിത് ചെയ്യും. പക്ഷെ സാറ് പറഞ്ഞതുപോലെ കുറച്ചു നാള് നീങ്ങി നിൽക്കുക. അവളുടെ സുരക്ഷാ വലയങ്ങളൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഓക്കെ.